ഖുർആൻ ഷരീഫ് കഴിഞ്ഞാൽ ലോകത്ത് നമ്മുടെ ദീനിയായ വിഷയങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ പലതുകൊണ്ട് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുന്ന അതുപോലെ പാരായണം ചെയ്യപ്പെടുന്ന ഒരു കിതാബ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഹദി? ബുഖാരി ശരീഫ് ഉലമാക്കൾ ആ ഇൽമിൻ്റെ അഹ്ലുകാരല്ലേ അത് മുത്താല ചെയ്യണത്. വേറെ ഏതാണ്? ബുഖാരി ഷരീഫിന് തഫ്സീർ. ഞാൻ ചോദ്യം ശ്രദ്ധിച്ചിട്ടില്ല. ഖുർആൻ ഷരീഫ് പിന്നെ അർത്ഥറിയാത്തവനും അർത്ഥറിയുന്നവനും ഒക്കെ ഓതണം. അതുകൊണ്ടാണത് അത്ര. രണ്ട് പിന്നെ തഫ്സീർ ഹദീസ് ഒക്കെ പറഞ്ഞാൽ അതൊരു പെർട്ടിക്കുലർ വിഭാഗമല്ലേ നോക്കണുള്ളൂ. അപ്പം അത് ഏതായാലും ആ ഉത്തരം ഇവിടെ ഫിറ്റ് അല്ലല്ലോ. പിന്നെന്താണ്? ഞാൻ പറഞ്ഞുതരാം. ലോകപ്രശസ്തമായ ഒരു കിതാബ് ദലായിലുൽ ഖൈറാത്ത്. എന്താണ്? കാരണം നമ്മുടെ നാട്ടിൽ തന്നെ എത്ര ആൾക്കാരാണ് പ്രിന്റ് ചെയ്യണത്? എല്ലാ രാജ്യത്തും എല്ലാ നാട്ടിലും ഇത് അച്ചടിക്കപ്പെടുന്നുണ്ട്. അത്ര തന്നെ ആളുകൾ അതെന്ത് ചെയ്യുന്നുണ്ട്? ഓതുന്നുണ്ട്. ഖുർആൻ ഷരീഫ് കഴിഞ്ഞാൽ ലോകത്ത് നമ്മുടെ ദീനിയായ വിഷയങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ പലതുകൊണ്ട് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുന്ന അതുപോലെ പാരായണം ചെയ്യപ്പെടുന്ന ഒരു കിതാബ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഹദി? ബുഖാരി ശരീഫ് ഉലമാക്കൾ ആ ഇൽമിൻ്റെ അഹ്ലുകാരല്ലേ അത് മുത്താല ചെയ്യണത്. വേറെ ഏതാണ്? ബുഖാരി ഷരീഫിന് തഫ്സീർ. ഞാൻ ചോദ്യം ശ്രദ്ധിച്ചിട്ടില്ല. ഖുർആൻ ഷരീഫ് പിന്നെ അർത്ഥറിയാത്തവനും അർത്ഥറിയുന്നവനും ഒക്കെ ഓതണം. അതുകൊണ്ടാണത് അത്ര. രണ്ട് പിന്നെ തഫ്സീർ ഹദീസ് ഒക്കെ പറഞ്ഞാൽ അതൊരു പെർട്ടിക്കുലർ വിഭാഗമല്ലേ നോക്കണുള്ളൂ. അപ്പം അത് ഏതായാലും ആ ഉത്തരം ഇവിടെ ഫിറ്റ് അല്ലല്ലോ. പിന്നെന്താണ്? ഞാൻ പറഞ്ഞുതരാം. ലോകപ്രശസ്തമായ ഒരു കിതാബ് ദലായിലുൽ ഖൈറാത്ത്. എന്താണ്? കാരണം നമ്മുടെ നാട്ടിൽ തന്നെ എത്ര ആൾക്കാരാണ് പ്രിന്റ് ചെയ്യണത്? എല്ലാ രാജ്യത്തും എല്ലാ നാട്ടിലും ഇത് അച്ചടിക്കപ്പെടുന്നുണ്ട്. അത്ര തന്നെ ആളുകൾ അതെന്ത് ചെയ്യുന്നുണ്ട്? ഓതുന്നുണ്ട്. മനസ്സിലായില്ലേ? കാരണം ഖുർആൻ കഴിഞ്ഞാൽ ഖുർആൻ എന്താണെങ്കിലും നമ്മൾ ഓതും. അത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ജനങ്ങൾ ഇതൊരു വ്യക്തമായ കണക്കെടുപ്പ് നടത്തിയിട്ട് പറഞ്ഞല്ല, പക്ഷെ ഇങ്ങനെ തന്നെയാണ് കാലങ്ങളായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലാണെങ്കിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അറബിയൊക്കെ ഓതാൻ അറിയുന്ന എത്ര ആൾക്കാർ, കാർന്നോക്കന്മാരും ആലിമീങ്ങളും സാലിഹ്യങ്ങളും എല്ലാവരും ഇത് ഓതാറുണ്ട്. അതിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. അതൊന്നാമതും ഇമാം ജസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഇഖ്ലാസ് തന്നെയാണ്. കാരണം വേറെ എത്ര ആൾക്കാരാണ് സലാത്തിൻ്റെ വിഷയത്തിൽ കിതാബുകൾ, സലാത്തിൻ്റെ വിഷയത്തില്ല സലാത്ത് ജമ്മയ്ക്ക് കിതാബ് എഴുതിയിരിക്കുന്നത്. അതൊക്കെ ചിലപ്പോൾ അതാത് കാലത്ത് വായിച്ചവരോ പറഞ്ഞവരോ ഒക്കെ ഉണ്ടാവും. പക്ഷേ അക്കാലം മുതൽക്ക് ഹിജറ 700 സംതിങ്ങിലാണ് മുമ്പ് വഫാത്ത് അല്ലേ? ഹിജറ 800. അതിനുശേഷം ഇക്കാലം വരെ ഈ സലാത്ത് കിതാബിന് കിട്ടിയ അത്ര കബൂലിയത്ത്, റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്നവർക്കിടയിൽ കിട്ടിയ സ്വീകാര്യത വേറെ എവിടെയും കിട്ടിയിട്ടില്ല. മാത്രമല്ല ഈ സലാത്തിന്റെ ഇജാസത്ത് റസൂലുള്ളാഹി തങ്ങളടക്കം തന്നെ കിട്ടിയ എത്രയോ ഹിക്കായത്തുകൾ മഹാന്മാർ കിതാബിൽ ഉദ്ധരിച്ചിരിക്കുന്നു. സനദടക്കം പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ തന്നെ ഉപദേശിക്കുന്നത് ദലാൽ ഖൈറാത്ത്. അങ്ങനെ സനദ് തന്നെയാണ് ഇജാസത്തിന്റെ കിതാബുകളിൽ കാണാം. ഈ സലാത്തിന്റെ സനദ് പോണത്, ഈ കിതാബിന്റെ സനദ് നേരെ തങ്ങളിലോട്ട് പോണ രൂപത്തിൽ അത്രമാത്രം മഹത്തുള്ള സലാത്താണ്. പക്ഷെ ഇവിടുത്തെ ഞാനിപ്പോൾ ഇതൊക്കെ നമ്മൾ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പല ആളുകളും അത് വന്ന് വിട്ടു നിൽക്കുന്നത് അതിൻ്റെ അക്രമം അറിയാത്തതിൻ്റെ പേരിൽ, അതെങ്ങനെ ഓതണം എന്നറിയാത്തതിൻ്റെ പേരിൽ. അല്ല, ആഴ്ചയിലേക്ക് വേണ്ടി തിരിച്ചിട്ടുണ്ട്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നുള്ള തിരിച്ചിട്ടൊക്കെ ഒരു സിസ്റ്റമാണ് അതിനുള്ളത്. ഇത് മനസ്സിലാകാത്തതിൻ്റെ പേരിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിട്ടയിൽ തുടർച്ചയായിട്ട് ഓതാനുള്ള ലൈഫിലെ തിരക്കുകൾ കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും സാധിക്കാത്തത് കൊണ്ടും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പലരും സംസാരിക്കുമ്പോൾ ഡെയിലി ഓതാൻ പറ്റുന്നില്ല, അത്രയും പെരുത്ത്, അല്ലെങ്കിൽ അങ്ങനെ പലരും പ്രശ്നങ്ങൾ അതാണ്. ചിലപ്പോൾ നമുക്കോ തന്നെയാണ് അനുഭവം.
അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഉസ്താദുമാരൊക്കെ ചൊല്ലി ക്ലിയർ ആയിട്ട് വരുന്നത് പോലെ പിന്നെ പെർഫെക്റ്റ്ലി ഓതി വരുന്നത് എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ സത്യത്തിൽ അങ്ങനെയൊന്നും വേണ്ടതില്ല. അങ്ങനെ ചെയ്യുന്നവർ ഒന്നാമത്താണല്ലോ സംതിങ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറഞ്ഞ പോലെയാണ്. തീരെ പറ്റാത്തതിനെ എല്ലാം കൂടെ ഉപേക്ഷിച്ച് കളയുന്നേക്കാൾ നല്ലത് എന്താണോ പറ്റുന്നത് അതുപോലെ ചെയ്യലല്ലേ. നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാതെ എല്ലാ വിഷയത്തിലും അത് തന്നെയല്ലേ. ഹസ്ബൽ ഖുദ്റ ഹസ്ബത്താക്ക, അതാണല്ലോ അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യം. നമുക്ക് സാധിക്കും പോലെ മഹാന്മാര് അതിൻ്റെ മശായഖന്മാർ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് പോലത്തെ മഹാന്മാരൊക്കെ പറഞ്ഞത് കാണാം. രണ്ട് കാര്യങ്ങളുള്ളൂ ദലാൽ ഖറാത്തിൽ. അതിൻ്റെ ഷർത്തായിട്ട് ഇജാസത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒന്നെന്താണ്, അത് ഈ പറഞ്ഞ പോലെ തിങ്കളാഴ്ചയുടെ തന്നെ ചൊവ്വാഴ്ചയുടെ തന്നെ അങ്ങനെ ഒന്നും ഓതണമെന്നൊന്നുമില്ല. അതൊരു കൈഫിയത്താണ് അങ്ങനെ ഓതൽ. അതല്ല, നിങ്ങൾ ദലാലെടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പേജ് എത്രയാണോ സൗകര്യം, ഒരു പേജെങ്കിൽ ഒരു പേജ്, അദ്ദേഹം പറഞ്ഞത് 3 പേജെങ്കിലും ഒന്ന് ഓതി വെച്ചോ. നാളെ അതെന്നെ ഓതണി ഓദിക്കോ, നാളെ അടുത്ത ഏതെങ്കിലും പേജ്. അതായത് ആ ആത്മാവുള്ള കിതാബാണത്, റൂഹുള്ള കിതാബാണ്. അതുമായിട്ട് നമ്മുടെ റൂഹിനൊരു ബന്ധം വരലാണ്. നിങ്ങൾ അതിൻ്റെ ഏത് കൈഫിയത്തിൽ വെറുതെ എടുത്ത്, ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്, മുറ്റുചുരൂപ്പിലും പലപ്പോഴും അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ശബ്ദാതങ്ങളും എടുക്കും ദലായിലെടുത്തിട്ട് കുറച്ച് നേരം എടുത്തു അതുമായിട്ട് ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മറ്റുള്ള കൈഫിയത്ത് മശായഖ്മാർക്കൊക്കെ ഇപ്പുറം മൂപ്പരും അതുപോലുള്ള കിബാര്യങ്ങൾ ഇജാസത്ത് കൊടുക്കുന്ന ഒരു കൈഫിയത്ത് വരാണ്ട്. പക്ഷെ അത് മാത്രമൊന്നുമല്ല, നമുക്ക് ആ കിതാബുമായിട്ടൊരു താലൊക്കെ ഉണ്ടാവാൻ, ഒരു ബന്ധം ഉണ്ടാവാൻ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് പറ്റുന്ന ഭാഗം ഒരു പേജ് തുറന്നിട്ട് ആ ഒരു പേജാണ് ഓതാൻ പറ്റുന്നത്, അങ്ങനെ ഒരു പേജ് ഓതുക. അതല്ല 2 പേജ് ഓതാൻ പറ്റുമോ, മഹാനവറുകൾ പറഞ്ഞ അഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞ ഒരു 3 പേജെങ്കിലും ഓതിയാൽ മതി. അതല്ല മാത്ത യസ്റ മിൻഹു, എത്രയാണോ പറ്റുന്നത് അത്രേ. ഇതിൻ്റെ സിസ്റ്റം, ഇതിൻ്റെ ചിട്ട വട്ടങ്ങൾ അതൊക്കെ നിങ്ങൾ ഫോർഗറ്റ് പോട്ടിട്ട് അതൊക്കെ വിട്ടുകളാ. എന്നിട്ട് ഇത് കാരണം അത് അത്രമാത്രം സിറുള്ള കിതാബാണ്. എത്രമാത്രം സിറുണ്ട്. ഒരു വലിയ പ്രതിസന്ധിയോ പ്രയാസങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ പണ്ട് മഹാന്മാരെന്ത് ചെയ്യും, പ്രത്യേകിച്ച് മഗ്രിബി മശായഖ്മാർ ചെയ്യുന്ന വെച്ചാൽ അവർ 40 പേര് ഒരുമിച്ച് കൂടിയിരിക്കും വട്ടിട്ടിട്ട്. എന്നിട്ട് 40 പേരും ഖത്മ് ചെയ്യും ദലായിൽ അന്നും ഒറ്റ ദിവസം കൊണ്ട്. അടിപൊളി. എന്ത് പ്രശ്നങ്ങൾ അതിൽ പരിഹരിക്കപ്പെടുന്ന മഹാന്മാർ പറഞ്ഞത്. വേറെ കൈഫിയത്ത് 40 വരെ ഇല്ലെങ്കിൽ 40 ദിവസം തുടർച്ചയായിട്ട് അത് ഖത്തം ചെയ്യും സലാത്ത് ദലാൽ ഖറാത്ത്, അപ്പോഴും ഫതഹാണ്. വേറൊരു കൈഫിയത്തുണ്ട്, അത് അതിനേക്കാൾ രസകരവും മഹാന്മാരെ മശായഖ്മാരെ ഫായിദകളിൽപ്പെട്ടതാണ്. എന്താണ്, അവൻ്റെ അടുത്തുള്ള ദലായിൽ തൂക്കം നോക്കിയിട്ട് ആ തൂക്കത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും ഒന്ന് ബിനിയത്ത് ഷിഫ, നിങ്ങൾക്കൊരു അസുഖമുണ്ട്, ആ അസുഖം മാറുന്നുള്ള നീയത്തിൽ ദലാൽ ഖറാത്ത് തൂക്കി നോക്കിയിട്ട് നിങ്ങൾ ചൊല്ലുന്ന ദലാൽ ഖറാത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ദലാൽ ഖറാത്ത് അല്ലെങ്കിൽ ഈ വാട്ടപ്പ എടുത്തിട്ട് തൂക്കി നോക്കിയിട്ട് എത്ര തൂക്കം ഉണ്ടാവും, ഇപ്പോൾ 1/2 കിലോ പോലും ഇല്ല. അതിനനുസരിച്ചുള്ള എന്തെങ്കിലും, അതിന് പെരുത്തു കൊടുക്കണ ഒരു വേറെ, അതല്ല, അതിൻ്റെ കണക്കാക്കിയിട്ട് എന്തെങ്കിലും ഒരു നമുക്ക് കഴിയുന്ന സാധനം സദക്ക ചെയ്താൽ അതിൻ്റെ ആ നീയത്ത് വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഷിഫ ഉണ്ടാവും, ആവശ്യം വിടും എന്നൊക്കെ മഹാന്മാർ പറയണം. അത്രയും മഹത്തുള്ളൊരു സംഭവമാണ്. ഇതേ പ്രത്യേകത കിതാബ് ഷിഫ കൊണ്ടിട്ട് ഈ സദക്ക എന്ന സംഭവത്തിൽ ഖാദിയാദ് റഹ്മത്തുള്ളാഹിയുടെ കിതാബ് ഷിഫ അവിടെ കേട്ടോ. അപ്പം ആ ഫായിദകളിലോട്ട് പോകണില്ല, അത് പറഞ്ഞാൽ നീണ്ടുപോകും. ഈ ആളുകൾ മടിക്കുന്നത്, ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഇതിൻ്റെ ഈ ചിട്ടവട്ടങ്ങൾ പറയുമ്പോൾ അത് അത്ര ഇന്ന് ചൊല്ലാൻ പറ്റും, നാളത്തെ പിന്നെ ബുധനാഴ്ച കാലത്തെ വിട്ടുപോയ പിന്നെ വ്യാഴാഴ്ച കാലത്തെ ചൊല്ലുമ്പോൾ പ്രശ്നമാവില്ല, അല്ലെങ്കിൽ വ്യാഴാഴ്ച വിട്ടാവില്ല. നത്തിങ്, ഒന്നും പേടിക്കണ്ട. ദലായിൽ ഖറാത്തിൻ്റെ ഒരു കോപ്പിയെങ്കിലും നമ്മുടെ കയ്യിൽ വേണ്ടേ. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുന്നവരാണ്, ഇഷ്ടപ്പെട്ടവരാണ്, സ്നേഹിക്കുന്നവരാണ്, സ്വലാത്തെല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് മഹാന്മാരെ രൂപത്തിൽ. അതല്ല, നമുക്ക് 2 കൈ, നമ്മൾ സ്വലാത്തെല്ലാം ഇഷ്ടപ്പെടുന്നവരുമാണ്, മഹാന്മാരെ കൈഫിയത്തുകൾ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ആ കൈഫിയത്തിന് ഒരു ദലാൽ ഖറാത്ത് സൂട്ട് കേസിൽ, ബ്രീഫ് കേസിൽ, പെട്ടിയിൽ, ബാഗിൽ ഇല്ലാത്തവൻ എന്ത് മുഹബ്ബിന് ഞാൻ കുറ്റപ്പെടുത്തണമല്ല, ഉണ്ടാവണം. അതൊരു ദലാൽ ഖറാത്ത് ഒരുത്തൻ്റെ കയ്യിലുണ്ടാവണം. എല്ലാ മഹാന്മാർ ഇപ്പോൾ ഉള്ള ആൾ ഞങ്ങൾ ഉപ്പാപ്പ എവിടെ പോകുമ്പോഴും മൂപ്പരടുത്ത് ദലാൽ ഖറാത്ത് ഉണ്ടാവും, ആ നുസ്ഖ ഉണ്ടാവും. നമുക്കുണ്ട ഒട്ടുമിക്ക ശ്രദ്ധാതങ്ങളുടെ അടുത്തുണ്ടാവും, എല്ലാവരുടെ അടുത്തുണ്ടാവും ഒരു നുസ്ഖ, അതിൻ്റെ ഉണ്ടാവും ഒരു കോപ്പി അതിൻ്റെ ഉണ്ടാവും. അപ്പം നമ്മളടുത്തും അതിൻ്റെ ഒരു കോപ്പി വേണം.
എന്നിട്ട് ഒന്നും വേണ്ട, ട്രെയിനിൽ പോണ്, ബസ്സിൽ പോണ്, കാറിൽ പോണ്, ഇവിടെ നിങ്ങൾ ഈ മറ്റേ സിസ്റ്റം മറക്ക്. അതുകൊണ്ടാണ് ഒട്ടുമിക്ക നമ്മളെപ്പോഴത്തെ സാധാരണക്കാരിൽ നിന്ന് വിട്ടുക്കണം. അതൊന്നും വേണ്ട. മശായഖന്മാർ ഇഷ്ടം പോലെ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സാധിക്കുന്നത് ഓതിയാൽ മതി. അതിൻ്റെ നിർത്തിട്ട് അത് ഒന്ന് തുറക്കുക. എന്താണോ നിങ്ങളിപ്പോൾ കൺമുന്നിൽ നിങ്ങൾ ഏത് പേജ് തുറക്കണോ ആ പേജ് തുറന്നിട്ട് ദലാൽ ഖൈറാത്ത് ഇമാം ജസൂലി തങ്ങൾ ഉണ്ടാക്കിയ ചരിത്രം അറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ടവർക്ക് മൂപ്പര ശിഷ്യന്മാരുടെ പോണ സമയത്ത് ഓതുണ്ടാക്കാൻ വെള്ളം 2 വട്ടം കറങ്ങുന്ന സമയത്ത് ഒരു പെൺകൊച്ചിനെ അവർ സ്ഥലത്ത് കണ്ടപ്പോൾ ഒരു കിണർ കണ്ട്. ആ കിണറ്റിൽ നിന്ന് ആ പെൺകൊച്ചി വെള്ളം എടുക്കുന്നുണ്ട്. അപ്പം എന്താണ് സംഭവം? അപ്പം ഇങ്ങോട്ട് കറാമത്തോണ്ട് വെള്ളം ഇങ്ങോട്ടാണ് പൊന്തി വന്നത്, മേലോട്ടേക്ക്. ആ സംഭവമൊക്കെ മാതി പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ആ സംഭവമല്ല, ഒരുപാട് അമ്പിയാക്കളുടെയും ഔലിയാക്കന്മാരും പറഞ്ഞ സ്വലാത്തുകളുടെ മജുമുആണത്. പിന്നെ അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കിട്ടിയ കബൂലിയത്ത്, മഹാന്മാർ അതിന് എത്ര പെരുത്ത്. അതാണല്ലോ ഒരു വിഷയം. എത്ര ആരിഫ്യങ്ങൾ, എത്ര ഔലിയാക്കന്മാർ, എത്ര അക്താബിങ്ങൾ. ആരാണ് ദലാൽ ഖൈറാത്ത് ഓതാതെ പോയിട്ടുണ്ടാവുക? ഈ ഗർബിലും ഷർക്കിലും ഗർബിലുള്ള ആർക്കെങ്കിലും ഇത് അറിയാണ്ടിരിക്കുന്നുണ്ട്? അങ്ങനത്തെ അറിയുന്ന ചില സാധനങ്ങളിൽ പെട്ടുള്ള ഒന്ന് ഖസീസത്തുൽ ബുർദ ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ സാധനം നബി തങ്ങളുടെ പാർട്ടിക്ക് അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക് ഇത് രണ്ടും അജ്ഞാതമാണോ? അപ്പം നമ്മുടെ അടുത്ത് ഇതൊന്നും വേണ്ടേ? ഇനി അതിൻ്റെ ടെക്നിക്കാലിറ്റി ഇഷ്യൂസ് കാരണം, അതിൻ്റെ കൈഫിയത്തുകൾ കാരണം അത് അകന്ന് നിൽക്കേണ്ട കാര്യമുണ്ടോ? ഒരു അകന്ന് നിൽക്കേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട ഒരു കിതാബാണ്, അത് എടുത്തിട്ട് ഒരു പേജ് വലതു ഭാഗം മാത്രം ഓതണോളെങ്കിലും നിങ്ങൾക്ക് ഹായ്വാണ്ടി വരില്ല. അതിൻ്റെ ബറക്കത്തും അതിൻ്റെ എല്ലാം ഫതഹ് മദീന്ന് വരും. ഈ പറഞ്ഞ പോലത്തെ ഈ പ്രോട്ടോകോൾ പറയുമ്പോൾ ആൾക്കാർ വിട്ടുവെക്കണം. അതൊന്നുമില്ല, മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനൊരു ഷർത്തുണ്ട്. അത് ഒന്ന് ഈ ഷർത്താണ് എന്ത്, ഒരു ദിവസം മുവാളബ പതിവാക്കുക എന്നുള്ള ഒരു പേജെങ്കിലും ഓതുക എന്നുള്ളതാണ്. രണ്ടാമത്തത് പുകവലി പാടില്ല. സിഗരറ്റ് ബീഡി വലിക്കുക ആരും ചെയ്യണ്ടാവില്ല എന്ന് തോന്നുന്നു. അതും അതിൻ്റെ ഒരു കാരണം വെച്ചാൽ റസൂലുള്ളാഹി തങ്ങളുടെ പേർക്ക് സ്വലാത്തിലൊന്നും നാവല്ലേ അത് ഈ സിഗരറ്റ് വലിച്ചിട്ടും ബീഡി വലിച്ചിട്ടൊക്കെ നാറ്റിക്കുന്നത് രസമില്ല. അതുകൊണ്ടായിരിക്കും മഹാന്മാർ പ്രത്യേക 2 ഷർത്തണ അവരിപ്പോഴുള്ള മഹാന്മാർ ആരിഫ്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. അത് അല്ലെങ്കിലും മോശം തന്നെ അല്ലേ. അപ്പം ഇത് ഉപേക്ഷിച്ചിട്ട് ഒരു എപ്പോഴെങ്കിലും വെച്ചാൽ ഒന്ന് സുബീസ്കരിച്ചിട്ട് അസർ എപ്പോഴാണ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുത്തിട്ട് ഓതാം. നമുക്ക് ഓതാൻ പറ്റി ഓതിട്ട് എണിച്ചിട്ട് പോവുക. നിങ്ങൾ ദലായിലിൻ്റെ ആളായി, നിങ്ങൾ നബിതങ്ങളെ സ്നേഹിക്കുന്ന ആളും അവിടുത്തെ സന്തോഷിപ്പിക്കുന്ന ആളായി. എല്ലാ പ്രത്യേകതകളും അതോടുകൂടി കിട്ടും. മാത്രമല്ല നമുക്ക് അതിൻ്റെ ഒത്ത് ഒരു സലാത്തിനൊക്കെ എത്ര പ്രത്യേകതകളുണ്ട്. നമ്മൾ തുറക്കുന്ന പേജിലുള്ള സലാത്ത് മുഞ്ചിയ സലാത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സലാത്തുകളൊക്കെയാണ് അതിനകത്ത് കടന്നു വരുന്നുണ്ടെങ്കിൽ പറയാനുണ്ട്. എല്ലാ സലാത്തിനും മഹത്വമില്ലേ. ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യമേ ജസൂലി ഇമാമും അതുപോലെ ഒരുപാട് മഹാന്മാർ. ഞാൻ എപ്പോഴും അതിശയിക്കുന്ന കാര്യം അതാണ്. ഇന്ന് വരെ അത് ഓതി എത്ര മഹാന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, മുഹിബ്ബീങ്ങൾ ഒക്കെ കഴിഞ്ഞുപോയി. അപ്പം അങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഓതാൻ പറ്റുന്ന ചൊല്ലാൻ പറ്റുന്ന പറഞ്ഞാൽ അത് തന്നെ നമ്മൾ അള്ള കൈവിട്ടില്ല എന്നുള്ള തെളിവല്ലേ. നമ്മൾ ശഖിയാവില്ല എന്നുള്ള നമ്മുടെ സാദത്തിൻ്റെ ഒരു തെളിവാണല്ലോ അത്. മഹാന്മാരെ കൂടെ കൂടുക അല്ലെങ്കിൽ അവരുടെ സുന്നത്തുകൾ അവരുടെ ചര്യയുടെ ഭാഗമായി മാറുക എന്നുള്ളത് അതൊരു വലിയ വിഷയമാണ്. അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനാണ് പേടിക്കേണ്ടത്. എനിക്ക് ഞാൻ മഹാനല്ല, നമ്മാരും മഹാന്മാരല്ല, ഒക്കെ അംഗീകരിച്ച്. പക്ഷെ അവരെ ഒരു ചൂരും തട്ടാൻ പറ്റില്ല. അവരായിട്ട് ഒരു തരത്തിലും നമുക്കൊരു അതാണ് ഖസാറ, അതാണ് നഷ്ടക്കച്ചവടം. അതല്ല നമ്മ മഹാന്മാരൊന്നുമില്ല. പക്ഷെ നമുക്ക് ആ മഹാന്മാരെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ. അതുപോലൊക്കെ നമ്മൾ ചെയ്യും. നമ്മളും മഹാന്മാരെ നമ്മളിപ്പോൾ 24/7 ദിക്റിലൊന്നുമില്ല. പക്ഷെ നമ്മൾക്കും മഹാന്മാരൊക്കെ ഒരു ആദത്താണ്, അടയാളമാണ്. ഒരു തസ്ബീമാല നമ്മളെ കയ്യിലുണ്ടാവല്, കയ്യിലോ പോക്കറ്റിലൊക്കെ വെക്കല്. ഒരു 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 നല്ല ഒരു ആഖിറത്തെ കാര്യത്തിൽ ചിന്തിക്കുന്ന ഒരാളടുത്തൊരു തസ്ബീമാലൊക്കെ ഉണ്ടാവും. ആ തസ്ബീമാല നമ്മൾ സാലിഹീങ്ങളെ ഇത്തിബാ ചെയ്തിട്ട് ചെയ്യണ പരിപാടിന് അതിലെന്ത് നഷ്ടക്കച്ചവടം ഉണ്ടാവാനുള്ളത്. അതേപോലെ തന്നെ ദലായിൽ മഹാന്മാർ പല കൈഫിയത്തിൽ ചൊല്ലി ഒരു ദിവസം തന്നെ 50 വട്ടം ചൊല്ലിയിരുന്ന മഹാന്മാർ, 40 വട്ടം ചൊല്ലിയിരുന്ന മഹാന്മാർ എത്ര ആൾക്കാരുണ്ട്. അങ്ങനെ എന്തോരം ആൾക്കാരെ കിതാബുകളിൽ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. ചില മഹാന്മാർ 50 വട്ടമാണ് ചൊല്ലിയിരുന്നത് ഒരു ദിവസം ഖത്തം തീർത്ത് 50 വട്ടം. വി കാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല സംഭവം. പക്ഷെ അത് വേണ്ട. അവരെ നിളാമിൽ അസുമ്രത്തിൽ പെടാൻ അതൊന്ന് കയ്യിലുണ്ടാവുക, അതിൻ്റെ ഒരു പേജ് ഓതുക, അത് മതിയല്ലോ. അതുകൊണ്ട് പല ആളുകളും ചോദിക്കാറുണ്ട് ഇങ്ങനെ എങ്ങനെയാണെന്ന്. ഒന്നും ടെൻഷൻ വേണ്ട.
ടെൻഷൻ നഹി ചായേ. കിതാബ് ഒരെണ്ണം സ്വന്തമാക്കുക. അതിപ്പോൾ നമ്മളെ അമ്മിക്കുട്ടി ഹസ്രത്ത് ഹഫദഹുല്ല നമ്മുടെ മശായിഖ്മാരിൽപ്പെട്ട അതുപോലെ പല ആളുകളും കേരളത്തിൽ അച്ചടിക്കുന്നുണ്ട്. അറബ് നാട്ടിൽ കിട്ടാണ്ട്, PDF കിട്ടാണ്ട്, ആപ്പിലും അങ്ങനെ ഒക്കെ ഉണ്ടല്ലോ. എടുക്കുക, ഒന്ന് ഓതുക. പിന്നെ സ്വന്തമായിട്ട് ഈ ആപ്പ് കീപ്പിനേക്കാളൊക്കെ നല്ലത് ഒരു നുസ്ഖ നമ്മളെ സ്വന്തമായിട്ട് ഉണ്ടാവണം. അതിന് വേറൊരു ബർക്കത്ത് തന്നെയാണ്. നമ്മൾ ഓതി വരുന്ന ഒരു നുസ്ഖ നമ്മുടെ അടുത്ത് ഉണ്ടാവലും അത് ഒന്നിലും മക്കൾക്കെങ്കിലും അനന്തരം കിട്ടുമല്ലോ. എൻ്റെ വാപ്പിച്ച് ഓതിരുന്നത് അൽഖറാത്ത് എന്നൊക്കെ പറയാനെങ്കിലും പറ്റുമല്ലോ. സോ ഐ തിങ്ക് എല്ലാവരും ഒരു നുസ്ഖ സ്വന്തമാണ്. ഇത് ഞാൻ അച്ചടിച്ച് വിതരണം നടത്തുമ്പോൾ ഞാൻ കച്ചവടത്തിനും പ്രൊമോഷനൊന്നും പറയണമല്ല. എനിക്ക് ആ പരിപാടിയില്ല. എവിടെ നിന്ന് എല്ലാവരും ഫ്രീ കൊടുക്കുന്നുണ്ട്. ഒട്ടുമിക്കടത്തും ഫ്രീ കിട്ടാണ്ട്. കക്കിലിപ്പുറത്ത് മൂപ്പര് ജിയാർത്ത് ചെയ്യാൻ പോലെ അവിടെയും കിട്ടും തോന്നുന്നുണ്ട്. എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഒരു കിതാബ് ഒരെണ്ണം മേടിക്കുക. ജീവിതത്തിൽ എപ്പോഴും സദാസമയം നിങ്ങളുടെ സന്തത സഹചാരിയായിട്ട് അത് നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. അത് പിടിക്കാൻ ഇപ്പോൾ ഖുർആൻ അങ്ങനെ പറയുമ്പോൾ വധുവിൻ്റെ ഇഷ്യൂസൊക്കെ വരും. ഇതിൽ ആ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. സലാത്ത് കിതാബല്ലേ, അതുകൊണ്ട് വധു പ്രശ്നം വരുന്നില്ല. കയ്യിലെപ്പോഴും പേഴ്സിലോ അല്ലെങ്കിൽ ബ്രീഫ് കേസോ യാത്ര സഞ്ചരിക്കുന്ന അതിൽ കയ്യിൽ കരുതുക. എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ 24 hours ഇടയിൽ എപ്പോഴെങ്കിലും അതൊന്ന് തുറന്നിട്ട് ഒരു പേജ് 2 പേജ് ഓതാ എടുത്ത് വെക്കുക. അതിന് പറഞ്ഞ ആദബുകൾ ആ ഫാത്തിഹ ഓതാ, ഈ ഫാത്തിഹ ഓതാ, ഇസ്തിഗ്ഫാർ, അസ്മാഉ നബി, അസ്മാഉ പറ്റുമെങ്കിൽ ചെയ്യുക. അതൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ ഈ ഓപ്പൺ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ ഓപ്പൺ അതുപോലത്തെ സംഭവമാണത്. മറ്റേ കമ്പ്യൂട്ടറിനെ പറ്റി അറിയുന്ന കാര്യമാണ് ഓപ്പൺ സോഫ്റ്റ്വെയർ. അതിൽ വേറെ ഒരു പ്രശ്നമില്ല, ഒരു നിയമങ്ങളോ ഒരു ഗുലുമാലും ഇല്ല. വല്ല മഹാന്മാരെ കാണണമെങ്കിൽ ഇജാസത്ത് കിട്ടണമെങ്കിൽ ഇജാസത്ത് മേടിച്ചോളുക. ഇനി ഇജാസത്ത് ഇല്ല അതൊന്നും പ്രശ്നമില്ല. മുത്തിന് വീട് സ്ഥലത്ത് നിങ്ങൾക്ക് ഇജാസത്തൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ താനേ വന്നോളൂ. പിന്നെ മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ആ സ്വലാത്ത് കിതാബിനെ മുറുകെ പിടിക്കുക. കയ്യിൽ അവനവനക്ക് സ്വന്തമായിട്ട് എനിക്കൊരു സ്വലാത്തിൻ്റെ കിതാബ് നുസ്ഖ ഉണ്ടാവണം, എൻ്റെ അടുത്ത് ഉണ്ടാവണം എന്ന് ആ ഒരാഗ്രഹം അത് മഹാന്മാരെ ശൈലിയാണ്. അതുകൊണ്ടാണ് ഞാനത് ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടപ്പെട്ട കിതാബാണ്. അവിടെ നിന്ന് തന്നെ ഇജാസത്ത് കൊടുത്തുള്ള കിതാബാണ്. ഒരുപാട് ആരിഫ്യങ്ങൾ ചൊല്ലി അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഒരു സ്വന്തമായിട്ടൊരു നുസ്ഖ ഉണ്ടാക്കി വെക്കുക, മേടിച്ച് വെക്കുക, നേടിയെടുക്കുക. അത് ഈ പറഞ്ഞ പോലെ ഉദയം ചെയ്യുക. പിന്നെ അപ്പം ഞാൻ നീട്ടി പറയുന്നില്ല. ഇനി സത്യത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ദലായിൽ ഖൈറാത്ത് ചൊല്ലിയിട്ട് ഒരുപാട് ഉണ്ടായ അനുഭവങ്ങൾ, കറാമത്തുകൾ, അതായത് ഒരുപാട് ഉണ്ടായ കിട്ടിയ മഹാന്മാർ കിട്ടിയ ഫത്തഹുകളെ പറ്റിയിട്ടൊക്കെ പറയണമെന്നും ഒരുപക്ഷെ ഒരു കാലത്ത് ഞാനത് എഴുതണമെന്ന് വിചാരിച്ചിരുന്നു. എഴുത്തൊക്കെ ഇപ്പോൾ നിർത്തി. എന്തായിരുന്നാലും അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ നീ അത്ര ഒന്നും പറഞ്ഞാൽ വീഡിയോ നീണ്ടുപോകും. ഇപ്പോൾ തന്നെ ഇത്തരം വീഡിയോകൾ എന്താവുന്നില്ല, ദൈർഘ്യം കൂടിയിട്ട് ആൾക്കാർ കാണുന്നില്ല. അല്ലെങ്കിൽ അതിനാ പറഞ്ഞ പോലെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടത് 10 ആൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഈ വീഡിയോൻ്റെ ലോകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യുന്നതും അല്ലെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ കമൻറ്റ് രൂപത്തിൽ എഴുതണമൊക്കെയാണ് ആൾക്കാർക്ക് റീച്ച് കിട്ടാന്നാണ് അതിനെപ്പറ്റി പറഞ്ഞത്. ഞാൻ എഴുത്തുകാരനാണ് സത്യത്തിൽ, ഞാൻ വീഡിയോക്കാരനല്ല. ഇത്രയും ഡീറ്റെയിൽഡ് പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ വീഡിയോക്ക് പറ്റിയ ആളല്ല. എന്നെ വായിക്കുന്ന പലരും പറയാണ്ട് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ വായിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ വായിക്കുന്നത് ആൾക്കാർക്ക് അതിനേക്കാൾ ഇഷ്ടം 2 തായിഫത്താണ്. ഒരു കൂട്ടുകാർ നിങ്ങൾ എഴുതിയാൽ മതി, വേറെ കൂട്ടുകാർ എഴുതുന്നേക്കാൾ എളുപ്പം നമുക്ക് കേട്ട് ഇങ്ങനെ പോവാല യാത്രയിലും മറ്റൊക്കെ. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ മൂലം ഒരാൾ ദലായിൽ ഖൈറാത്ത് സ്വന്തമാക്കാനോ നിങ്ങൾ മൂലം ദലായിൽ ഖൈറാത്ത് പതിവാക്കാനോ ഓതാനൊക്കെ കാരണമാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത് അറിയിക്കുക, അവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനെ ഒരു വീഡിയോ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ദലായിൽ ഖൈറാത്തിൻ്റെ. അങ്ങനെ ചെയ്ത് ഇതാക്കുക എന്നല്ലാണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുക? എന്തായാലും എല്ലാവരും ദ്വാരക്കണം. ദലായിൽ ഖൈറാത്ത് ഓരോന്നും സ്വന്തമാക്കണം എല്ലാവരും കേട്ടോ. അസ്സലാമു അലൈക്കും.